ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പരട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കൂടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1.5 കിലോ ക്ലീൻ ചെയ്തെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. പെട്ടെന്ന് തന്നെ തുറന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം നമുക്ക് ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. ഫ്ലെയിം കൂട്ടി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ചിക്കൻ ഇപ്പം ഇവിടെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, 3 മീഡിയം സൈസിലുള്ള പച്ചമുളക് ചതച്ചെടുത്തത്, ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തത്, പിന്നെ 3 മീഡിയം സൈസിലുള്ള സവോള ഫ്രൈ ചെയ്തെടുത്തത്, കൂടെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളം വറ്റി വരുന്നവരെ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പരട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.